തൃശ്ശൂരിൽ ഞാൻ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജായി ജോലിയിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വളരെ അതിദാരുണമായ ഒരു കൊലക്കേസുണ്ട്. ഒരു 6 വയസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടിയെ അവനെ അതിലെ പ്രതി ഒരു ഉത്സവ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഉത്സവം കാണാനായിട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് ക്യാൻഡി മിഠായിയൊക്കെ അവന് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഈ 6 വയസ്സുകാരൻ ഇവനോടൊപ്പം ഇങ്ങനെ നടന്നു. അതിന് കണ്ടതൊക്കെ ആളുണ്ട് ഇവൻ്റെയോടൊപ്പം നടക്കുന്നത്. പിന്നെ ആ കുട്ടി അന്ന് വീട്ടിൽ തിരിച്ചെത്തിയില്ല. പിന്നെ കാണുന്നത് പിറ്റേന്ന് രാവിലെ ഇവനിങ്ങനെ കടപ്പുറത്ത് ഇങ്ങനെ അവിടെ മരിച്ചു കിടക്കുന്ന ആ കാണുന്നത്, കൊല്ലപ്പെട്ട് കിടക്കുക, കഴുത്തേക്ക് കൊന്നതാണ്. അപ്പോൾ ഈ പ്രതിയെ പിടിക്കാനൊന്നും വലിയ താമസമൊന്നും വന്നില്ല. കാരണം ഇവനോടൊപ്പം ഈ കുട്ടി ഇങ്ങനെ നടക്കുന്നത് കണ്ട ആളുകളുണ്ട്. അപ്പോൾ ആ വിവരം പോലീസിന് കിട്ടി. ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് വെളിവായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവൻ ഇതിനു മുമ്പ് ഒരു ബലാത്സംഗ കേസിൽ, അതായത് ഒരു 8 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരു കേസുണ്ടായി. അതിനകത്ത് അന്ന് കോടതി അവന് ശിക്ഷിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ വെറും 5 വർഷത്തെ ശിക്ഷ കൊടുത്തുള്ളൂ. ആ ശിക്ഷ കഴിഞ്ഞിട്ട് ഇറങ്ങിയേക്കുന്നവനാണ് അവൻ. ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഇവനെ ഈ ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ ഇടപാടുകൾക്ക്, ലൈംഗിക ഇടപാടുകൾക്ക് അവൻ വിധേയനാക്കാൻ ശ്രമിച്ചു. ഈ കുട്ടി എതിർത്ത് കേട്ടോ, പ്രതിരോധിച്ചു. എതിർത്ത് കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ ഇവനെ കഴുത്തിയേക്കാൻ പോകുന്നു. ഇതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവൻ്റെ ആൻറ്റിസിഡൻറ്റും എല്ലാം കൊണ്ട് ഏതായാലും ഇവൻ കുറ്റക്കാരനാണെന്ന് കണ്ട് അതിന് ശേഷം ഞാൻ അവനെ തൂക്കിക്കൊല്ലാൻ വിളിച്ചു. അപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇത് ഉന്മൂലനം എന്ന് പറയുന്ന സിദ്ധാന്തമാണ് അതിനകത്ത് ഞാൻ എടുത്തത് ഇങ്ങനെയുള്ള കാര്യത്തിൽ. കാരണം ഇവനെ ഇറക്കി വിട്ടാൽ ഇവൻ വീണ്ടും ഇത് തന്നെ ചെയ്യും. അത് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് പിന്നെ ജീവപര്യന്തമായിട്ട് മാറ്റിക്കൊടുത്തു. അതിപ്പോൾ അപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയി, എനിക്കതേ ഉള്ളൂ പറയാനുള്ളത്. ബാക്കി എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതിന് യഥാർത്ഥത്തിൽ ഇതേ സംഭവം ഉണ്ടല്ലോ ഈ കേസിൽ, അതേ സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. ഒരു 20 വയസ്സുകാരനായ ജോജോ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ, അവനെ ഇതേപോലെ ഒരു 6 വയസ്സുകാരനായ ഒരു കുട്ടിയെ അവനെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയി. ചാമ്പയ്ക്ക പറിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അവനെ വിളിച്ചുകൊണ്ടുപോയി ഒരു കുളത്തിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയിട്ട് ഇതേപോലെ പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് അവനെ വിധേയനാക്കാനായിട്ട് ശ്രമിച്ചു. ഈ കുഞ്ഞ് റെസിസ്റ്റ് ചെയ്തു കേട്ടോ, ഒരുപാട് അത് റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ചെയ്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞത്, അതിനെ അവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിൻ്റെ ലേക്ക് ഇവനെ അങ്ങ് തള്ളിയിട്ടു. ആ കുഞ്ഞ് അതിൽ നിന്ന് അള്ളിപ്പിടിച്ച് വളരെ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട് കയറി വന്നു കേട്ടോ. വന്നപ്പോൾ വീണ്ടും തള്ളിയിട്ടു. പിന്നെ വേറെ മാർഗമൊന്നുമില്ലായിരുന്നു. അത് ആ കുളത്തിൽ മരിച്ചു കിടന്നു. ഈ കുട്ടിയെ കാണാനില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ അന്വേഷിച്ചു കേട്ടോ. ഈ തിരഞ്ഞു പോയ കൂട്ടത്തിൽ ഇവനും ഉണ്ട് തിരയാൻ. ഈ പറഞ്ഞ ജോജോയും ഇവനും തിരയാൻ പോയി. അവിടെയൊക്കെ നോക്കി അവസാനം ആണ് കണ്ടുപിടിക്കുന്നത് ഇതുപോലെ ഈ കുളത്തിൽ ഈ കുഞ്ഞ് മരിച്ചു കിടക്കുന്നത്. കുഞ്ഞുങ്ങളെ ഇതേപോലെ വിളിച്ചുകൊണ്ട് പോകാൻ ആര് വിചാരിച്ചാലും എളുപ്പമാണ്. ഇങ്ങനെയുള്ളവന്മാർക്ക് ഇപ്പം ചാമ്പയ്ക്ക പറിച്ചു കൊടുക്കും. ചാമ്പയ്ക്ക എന്ന് പറയുന്ന സാധനം വലിയ നല്ല കാര്യമൊന്നും അല്ല, അത്ര വലിയ രുചിയൊന്നും ടേസ്റ്റൊന്നും ഉള്ള അല്ലെങ്കിൽ പോലും പിള്ളേർക്ക് അത് വലിയ ഇഷ്ടമാണ്. കുട്ടികൾക്ക് ഈ എവിടെ നിൽപ്പുണ്ടെങ്കിലും ചാമ്പയ്ക്ക ഉണ്ടെങ്കിലും അവർ എങ്ങനെയെങ്കിലും മോഷ്ടിച്ചെങ്കിലും അത് പറിക്കാനായിട്ട് ശ്രമിക്കും. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയ അത്ര നല്ല രുചിയുള്ളൊരു ഫ്രൂട്ടൊന്നും അല്ലെങ്കിൽ പോലും അതിൻ്റെ ആകൃതി, അതേപോലെ അതിൻ്റെ കളറ്, അതൊക്കെ ആരെ അട്രാക്ട് ചെയ്യും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ. അപ്പോൾ അത് പിന്നെ കൂടുതൽ ഇതിൻ്റെ ഒരു പുളിപ്പുമുണ്ട്, മധുരമുണ്ട്. അപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് ഈ സാധനം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറിച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിയുമ്പോൾ പോവും. 6 വയസ്സേ ഉള്ളൂ. കാരണം ഇതിപ്പോൾ ഞാനിത് പറയാം, ഈ സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നറിയോ, നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം. മുമ്പാണെങ്കിൽ പെൺകുഞ്ഞുങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ആൺകുട്ടികളുടെ കാര്യവും. കാരണം ഈ വളരെ മനോവൈകല്യങ്ങളുള്ള ഇതേപോലുള്ള കാമവെറിയന്മാരും കാമഭ്രാന്തന്മാരുമായിട്ട് കുറേ ആളുകളുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ് പലരും ഇപ്പോൾ. അപ്പം ഇവനെയൊക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടല്ലോ, ഈ നോക്കാതെ അങ്ങ് പറഞ്ഞയക്കരുത് ആരുടെ കൂടെ. ആരെങ്കിലും ഇതുപോലെ അപരിചിതനോ അല്ലെങ്കിൽ
ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരോടൊപ്പം പോകരുത് എന്നുള്ളൊരു ക്ലാസ് തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. എന്ത് തരാമെന്ന് പറഞ്ഞാലും എന്ത് കൊടുക്കാമെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും അവരെ അനുഗമിക്കരുത്, അവരോടൊപ്പം പോകരുത് എന്നുള്ള ഒരു ക്ലാസ് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. മാത്രമല്ല ഈ കുഞ്ഞുങ്ങളെ എപ്പോഴും നമ്മുടെ വിസിനിറ്റി തന്നെ വേണം കേട്ടോ. കാരണം നമ്മൾ നോക്കണം, ഈ 5ഉം 6ഉം വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഇതേപോലെ 6 വയസ്സുകാരൻ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉള്ള കേസിലും 6 വയസ്സുകാരനായിരുന്നു. അവൻ വീട്ടിൽ രാത്രി തിരിച്ചെന്നില്ല, അവനെ ഒറ്റയ്ക്ക് ഉത്സവം കാണാൻ അവൻ്റെ വീട്ടിൽ നിന്ന് വിട്ടു. അടുത്തുള്ള ഉത്സവ പറമ്പാണ് എങ്കിലും. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അത് അവനെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു വളരെയധികം ഉള്ള ഒരു സൗകര്യം അവർ കിട്ടി. അതാണ് കാര്യം. അപ്പോൾ ആ സൗകര്യം വെച്ചുകൊണ്ടാണ് അവനത് ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇപ്പം ഈ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ എവൻ നോക്കിയപ്പോൾ ഇത് വിളിച്ചിട്ട് ചാമ്പയ്ക്ക് ഉറച്ചു കൊടുക്കാന്ന് പറഞ്ഞു. കുഞ്ഞങ്ങ് പോയി കൂടെ. അതറിയുന്നില്ലല്ലോ, മരണം വിലയ്ക്ക് വാങ്ങാനല്ലേ ഈ പോകുന്നത്. ഇങ്ങനെയുള്ളവന്മാർ ഇതേപോലെ കുട്ടികളെ വിളിച്ചാൽ ഒരു കാരണവശാലും പോകരുത് എന്നുള്ളത് കൊടുക്കണം. മാത്രമല്ല ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് ആൺകുട്ടികളെയൊക്കെ ഇപ്പോൾ വേണ്ടത് അതാണ്. അതായത് ഈ ഒരുപാട് ഇങ്ങനെ ഈ ലൈംഗിക വൈകൃത ഉള്ളവന്മാർ ഇതേപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിന് ശ്രമിക്കും. ശ്രമിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗമൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അതായത് ഇതെന്താ അറിയോ, കുഞ്ഞുങ്ങൾക്ക് ഈ പ്രായത്തിൽ തന്നെ ഒരു 5 വയസ്സൊക്കെ ആവുമ്പോഴത്തേ തന്നെ ഇത് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും വന്നാൽ, വളരെ മോശമായിട്ടുള്ള ഒരു ഇടപാടിന് വന്നു കഴിഞ്ഞാൽ അത് വന്ന് പറയണം എന്നവരടുത്ത് പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു വന്ന് പറഞ്ഞാലുണ്ടല്ലോ അപ്പോഴേ അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കണം. നേരെ പോയി കേസ് കൊടുക്കണം. അവനെ വിടരുത്. കാരണം എന്താണെന്ന് പറയുക, ഇനി ഒരു കുഞ്ഞിന് ഇങ്ങനെ വരരുത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെയധികം കണ്ണിലെ കൃഷ്ണമണി മൂല കൊണ്ട് നടക്കണം, ശ്രദ്ധിക്കണം. അതാണ് വേണ്ടത്. ഇല്ലെങ്കിൽ ഇതേപോലുള്ള ഉപദ്രവങ്ങൾ ഒരുപാട് കൂടും. വളരെ മോശമായ രീതിയിലുള്ള ഇതുപോലെ നടക്കുന്നവന്മാരുണ്ട്. യവന്മാരെയൊക്കെ ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികളെയൊക്കെ തളയ്ക്കണമെങ്കിൽ വളരെ ശ്രദ്ധിച്ചു നോക്കുള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവനെ അങ്ങ് വിട്ടുകളയരുത്. എവിടെ കൊണ്ടുവന്ന്, എന്താ കാര്യം, ഇവനെ എന്തിനാ കൊണ്ടുവന്നേ എന്ന് ചോദിക്കണം അവൻ്റെ അടുത്ത്. ഒരു കുഴപ്പമില്ല ചോദിക്കുന്നതിന്. അവൻ്റെ വീട്ടിലല്ല, അത് എൻ്റെ കൂടെ പറഞ്ഞയച്ചാൽ വീട്ടിൽ ഉടനെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ. എല്ലാവരുടെയും ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, ഒന്ന് വിളിക്കണം. അവരെ വീട്ടിലോട്ട് വിളിച്ച് ചോദിക്കണം, ഇങ്ങനെ ഒരുത്തൻ്റെ കൂടി കുഞ്ഞിനെ നിങ്ങൾ പറഞ്ഞയച്ചാണെന്നോ. ആണെങ്കിൽ കുഴപ്പമില്ല, ശരി ആയിക്കോട്ടെ. ഇത് നമ്മളെല്ലാവരും ഈ സമൂഹം തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതേപോലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതേപോലുള്ള ദാരുണമായ അന്ത്യം ഉണ്ടാവും. എന്നത്തേക്കും നമുക്ക് ഒരു മനപ്രയാസമായിട്ട് ആ കുടുംബത്തിന് മാറും.